ഇറാന്റെ ആണവശേഷിയെ ചുട്ടിരിക്കുന്നു, ചാമ്പലാക്കുന്നു ഇസ്രയേൽ. നതാൻസിൽ സംഭവിച്ചത് ലോകത്തെ ആകമാനം വീണ്ടും ഭയപ്പാടിലേക്ക് തള്ളിവിട്ടു. പിന്നെയും ഒരു വ്യോമാക്രമണത്തിലൂടെ ആണവ ലക്ഷ്യമെന്ന ഇറാന്റെ സ്വപ്നങ്ങൾക്ക്, ചിറകുകൾക്ക് അതിഭാരകമായ പ്രഹരം തന്നെയാണോ നൽകിയിരിക്കുന്നത്? ഇസ്രയേലിൻ്റെ ആ തന്ത്രമൊടുവിൽ ഫലം കാണുകയാണോ? ഇറാൻ മുട്ടിലിഴയുന്ന കാലം അടുത്തു തന്നെ സംഭവിക്കുമെന്നാണ് നിലവിൽ പറയുന്നത്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറയുന്ന സാഹചര്യത്തിൽ പോലും 1.5 ലക്ഷത്തോളം സൈനികർ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മുസ്തഫ ഖമനേയി പുറത്തു വരാത്തത് ആരെ ഭയന്നാണ്? ഇപ്പോഴും എന്തുകൊണ്ട് ഭൂമിക്കടിയിൽ ബങ്കറിനുള്ളിൽ സുരക്ഷിതനാണെന്ന് കരുതുന്നു? എത്ര ദൂരെ പോയി ഒളിച്ചാലും തങ്ങളുടെ കയ്യെത്തും ദൂരത്ത് തന്നെ ഖമനേയി ഉണ്ടെന്നുള്ള മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടി നൽകുമ്പോൾ ആയുസ് എത്ര നാൾ? ഈ ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ളതാണ് നതാൻസിലെ ആണവ കേന്ദ്രം. ഈ ആണവ കേന്ദ്രത്തിന് നേർക്ക് അതിശക്തമായൊരു വ്യോമാക്രമണം നടന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ടെഹ്റാനിൽ നിന്നും 220 കിലോമീറ്റർ അകലെയുള്ള നതാൻസ് ഇറാന്റെ ആണവ പദ്ധതികളുടെ ഹൃദയമായിട്ടാണ് അറിയപ്പെടുന്നത്. ആക്രമണത്തിൽ ഈ ആണവ നിലയത്തിലെ നിരവധി കെട്ടിടങ്ങൾ തകർന്നുവെന്നാണ് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധം ഈ 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും ആക്രമണത്തിൽ ഒരു ചെറിയ പഴുതുപോലുമില്ല, ചെറിയ തോതിൽ പോലും അയവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലോകം ഭയപ്പെട്ടതുപോലെ ഇതുവരെ ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടില്ല എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി പറയുമ്പോഴും ഇനി അങ്ങോട്ടേക്ക് സംഭവിക്കാൻ സാധ്യത കൂടുതലാണെന്നുള്ള ഭീതി കൂടിയാണ് നൽകുന്നത്. 2025 ജൂണിലെ 12 ദിവസ യുദ്ധത്തിലും ഇതേ കേന്ദ്രത്തിലേക്ക്, ഫോർദോയിലേക്കും നതാൻസിലേക്കും ഒക്കെ തന്നെ ആക്രമണം നടന്നത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും നതാൻസിനെ ലക്ഷ്യം വെച്ചത് വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇറാന്റെ ആണവശേഷിയെ മുച്ചൂടും മുടിക്കുക, പൂർണ്ണമായും തകർക്കുക. ഈ തന്ത്രം തന്നെയാണ് നിലവിൽ ഇസ്രയേൽ നടപ്പിലാക്കി വരുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം, വ്യോമാക്രമണം, അത് എന്തുകൊണ്ട് ശ്രദ്ധേയമാകുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വ്യോമാക്രമണത്തിലൂടെ ഈ യുദ്ധം ആരംഭിച്ചുവെങ്കിൽ രണ്ടാമതായൊരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് മറ്റൊരു അധ്യായത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യ ആഴ്ചയിലും ഇറാൻ്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായിട്ടുള്ള നതാൻസിനെ ആക്രമിച്ചിരുന്നു. അന്ന് നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ച ഉപഗ്രഹ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്നാൽ ആ ആണവ ആക്രമണത്തിൽ റേഡിയോ ആക്റ്റീവ് പ്രത്യാഘാതങ്ങൾ, നേരത്തെ ആണവ വികിരണ ചോർച്ച എന്ന് പറയുന്നതൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളത് ഭാഗ്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇനി അങ്ങോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുള്ളത്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വീരവാദം മുഴക്കുമ്പോഴും മറുഭാഗത്ത് കൂടുതൽ സൈനികരെ അയച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രസ്താവന പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ ആക്രമണം പോലും സംഭവിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് തങ്ങൾ ആലോചിച്ചു വരികയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനിടയിലും 3 ആംഫിബിയൻസ് അസോൾട്ട് കപ്പലുകളെയും ഏകദേശം 2500-ലധികം മറൈൻ സൈനികരെയും അമേരിക്ക ഈ മേഖലയിലേക്ക് അയച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പസഫിക് മേഖലയിൽ നിന്നുള്ള 2500 സൈനികരെയും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചുവിട്ടു. ഇതോടെ മേഖലയിൽ ആകെയുള്ള അമേരിക്കൻ സൈനികരുടെ എണ്ണമെന്ന് പറയുന്നത് 1.5 ലക്ഷം കടന്നിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയതിനും മേഖലയിലുടനീളമുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലുമാണ് വെള്ളിയാഴ്ച ട്രംപ് ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചത്. എണ്ണവില വർധനവിനെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണിയിലുണ്ടായ ഇടിവെന്ന് പറയുന്നത് നികത്താനാകാത്തതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് എങ്ങനെയും പിന്നോട്ട് പോകണമെന്ന് ട്രംപിന് വലിയ തോതിൽ പ്രതിരോധമുണ്ടാകുന്നത്, ഇത്തരം സന്ദേശങ്ങൾ പുറത്തു വരുന്നത്. ഇതിനു പിറകെ കപ്പലുകളിൽ കയറ്റി ഇറാനിയൻ എണ്ണയുടെ മേലുള്ള ഉപരോധം നീക്കുന്നത് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചത് അമേരിക്കയെ സംരക്ഷിക്കാനാണ്, മറിച്ച് ഇറാന് നന്മ നൽകാനല്ല. കുതിച്ചുയരുന്ന ഇന്ധനവിലയെ പിടിച്ചുകെട്ടുക എന്ന ലക്ഷ്യം മാത്രമേ അതിന് പിന്നിൽ ട്രംപിനുള്ളൂ. യുദ്ധം എന്തായിരുന്നാലും അവസാനിക്കുന്ന സാഹചര്യം കാണുന്നില്ല. കാരണം ഫെബ്രുവരി 28-ാം തീയതി യുദ്ധം ആരംഭിച്ചപ്പോൾ ട്രംപ് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്നോ നാളെയോ കൊണ്ട് അവസാനിക്കുന്നതല്ല, 4 ആഴ്ച വരെ ഈ യുദ്ധം നീളുമെന്നുള്ളത്. 4 ആഴ്ച പിന്നിട്ടിട്ടും യുദ്ധം അവസാനിക്കുന്നില്ല. ഇറാൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇത് തുടങ്ങി വെച്ചത് അമേരിക്കയാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് അമേരിക്ക ആയിരിക്കില്ല. അത് ഇറാൻ വിചാരിക്കണം. 5 വർഷം വേണമെങ്കിലും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനായി തങ്ങൾക്ക് കഴിയുമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. 3 ആഴ്ച പിന്നിട്ട യുദ്ധം
അവസാനിക്കുന്ന ഒരു ലക്ഷണവും ഇതുവരെയും കണ്ടിട്ടില്ല. ശനിയാഴ്ച പുലർച്ചെയും ഇറാൻ മിസൈലുകൾ അതിശക്തമായി ഇറാനിൽ മിസൈലുകൾ വർഷിച്ചുവെന്ന് ഇസ്രയേൽ തന്നെ പറയുന്നു. തങ്ങളുടെ പ്രധാന എണ്ണ പരിവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ മേഖലയിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 20ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടുവെന്ന് സൗദി അറേബ്യയും പറയുന്നു. ഇറാനികൾ അവരുടെ പുതുവർഷമായുള്ള നറൂസ് ആഘോഷിക്കുന്നതിനിടയിൽ വെള്ളിയാഴ്ച ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിറകെയാണ് ഈ നീക്കം. യുദ്ധം കാരണം ഇത്തവണ നറൂസ് ആഘോഷങ്ങൾ ഏറെ മങ്ങിയ നിലയിൽ കൂടിയായിരുന്നു. ഇറാൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ജനകീയ മുന്നേറ്റം ലക്ഷ്യമിട്ടും ഇറാൻ്റെ ആണവ മിസൈൽ പദ്ധതികൾ തകർക്കാനുമാണ് യുദ്ധമെന്ന തരത്തിൽ 2 തരത്തിലുള്ള ന്യായീകരണങ്ങൾ അമേരിക്കയും ഇസ്രയേലും നൽകുന്നത്. എന്നാൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ അത്തരമൊരു ജനകീയ വിപ്ലവത്തിൻ്റെ സൂചനകളൊന്നും തന്നെ നിലവിൽ കാണുന്നില്ല. യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യതയും ആ കൂട്ടത്തിൽ പറയാനുമില്ല. പശ്ചിമേഷ്യയിലെ വലിയ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ ആലോചിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു. തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യത്തോട് വളരെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നുവെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. പക്ഷേ ഇതിന് വിരുദ്ധമായ നീക്കങ്ങൾ ട്രംപ് ആവർത്തിച്ച് ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും ട്രംപിൻ്റെ മനസ്സിലുള്ളതെന്നുള്ളത് ആർക്കും വായിച്ചെടുക്കാൻ കഴിയുന്നില്ല. മേഖലയിലെ സൈനിക സാന്നിധ്യം കൂടുതലാക്കുന്നു. കോൺഗ്രസിൽ നിന്നും $200 ബില്യൺ കൂടി യുദ്ധ ഫണ്ട്, വാർ ഫണ്ട് എന്ന രീതിയിൽ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? കരസേനയെ വിന്യസിക്കുന്ന കാര്യം തീരുമാനിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞ ട്രംപ് ഇപ്പോൾ കരസേനയെ ഇറാനിലേക്ക് അയക്കാൻ തീരുമാനമെടുക്കും. പദ്ധതിയില്ല എന്ന് ട്രംപ് പറയുമ്പോഴും എല്ലാ സാധ്യതകളും ട്രംപ് തന്നെ തുറന്നിട്ടിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പാർക്കുകളും ശത്രുക്കൾക്ക് സുരക്ഷിതമായിരിക്കില്ല എന്നാണ് ഇറാൻ്റെ സൈനിക വക്താവ് ജനറൽ അബ്ദുൽ ഫസൽ ഷേഖർജി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ മേഖലയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങൾ ഇറാൻ ആക്രമണം നടത്തിയേക്കുമെന്ന ഭീതി ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുന്നു. ഈ ഘട്ടത്തിലും ഇറാൻ ആകട്ടെ ശക്തമായി തന്നെ ഇതിനെ നേരിടാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള മുസ്തഫ ഖമീനി നറൂസ് സന്ദേശത്തിൽ ജനങ്ങളുടെ പോരാട്ട വീര്യത്തെയാണ് പ്രശംസിക്കുന്നത്. തൻ്റെ പിതാവായ ആയത്തുള്ള അലി ഖമനേയി ഇസ്രയേൽ ആക്രമണത്തിന് കൊല്ലപ്പെട്ടതിന് ശേഷം മുസ്തഫ ഖമനേയി ഇതുവരെ ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഫെബ്രുവരി 28 ആരംഭിച്ച അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാൻ്റെ ആണവ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചെന്നോ നിലവിൽ ആരാണ് രാജ്യം ഭരിക്കുന്നതോ ഇങ്ങനെയുള്ള വിവരങ്ങളിൽ ഒരു വ്യക്തതയും ഇറാൻ പുറത്തു വിട്ടിട്ടുമില്ല. അതവരുടെ ജീവൻ ഭയന്ന് തന്നെ ആയിരിക്കണം. എന്നാൽ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ആഗോള തലത്തിൽ തന്നെ എണ്ണവിലയും ഭക്ഷ്യസാധനങ്ങളുടെ വിലയും ഒക്കെ തന്നെ കുതിച്ചുയർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യുദ്ധത്തിൽ ഇറാൻ ഒറ്റയ്ക്കല്ല. ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയും മറ്റുമൊക്കെ ഇതിൽ അണിചേരുന്നുണ്ട്. ബെയ്റൂട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ശനിയാഴ്ച പുലർച്ചെ ഉണ്ടായ സ്ഫോടനങ്ങളിൽ ബെയ്റൂട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീപിടുത്തവും കനത്ത പുകയും ദൃശ്യമായിട്ടുണ്ട്. 7 പ്രമുഖ വാസസ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞുപോയിരിക്കുന്നു. ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇസ്രയേൽ സൈന്യം തന്നെ കൊടുത്തതായിരുന്നു. ലെബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 1000-ലധികം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 10 ലക്ഷത്തിലധികം ആളുകൾ വീടുപേക്ഷിച്ച് പലായനം ചെയ്തു. ലെബനൻ സർക്കാർ തന്നെ ഇക്കാര്യം പറയുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം ഇറാനിൽ മാത്രം 1300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഇസ്രയേലിൽ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ 15 പേർക്കും